ആന്റോ ആന്റണിയുടെ ഈ ദൃശ്യം ഓർമ്മയുണ്ടോ? കണ്ടോ? പാർലമെന്റിന്റെ മുന്നിൽ പോയി പാടിയതാണ്. അയ്യപ്പന്റെ സ്വർണം കെട്ട ഗ്യാങ്സ്റ്റർ ടീമിൽ ഉണ്ടായിരുന്നിട്ട് ആ പാപഭാരം മറ്റുള്ളവരുടെ തലയിൽ ചാരാൻ വേണ്ടി നടത്തിയ ക്യാമറ നമ്പർ ആയിരുന്നു. അയ്യപ്പൻ വിടൂ. ആ ദിവസം കടന്നുപോയി, പുതിയ പുലരി പുലർന്നു. സ്വർണം കട്ടവന്മാർക്ക് ബാക്ക് ടു ബാക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണിക്കുള്ള ചീട്ടും അയ്യപ്പനെടുത്ത് പുറത്തിട്ടിരുന്നു. സ്വകാര്യ ബാങ്ക് ഉടമ തന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ പലിശയ്ക്ക് മേടിച്ച് പറ്റിച്ച ചരിത്രം പറഞ്ഞതിന് പിന്നാലെ പുതിയ കുരുക്കുതേ അയ്യപ്പൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് വീണ്ടും വലിയ വാർത്തയായിട്ട് മാറാൻ പോവുകയാണ്. 44 കോടി രൂപയാണ് നെടുമ്പറമ്പിലിന്റെ മുതലാളിയുടെ രാജുവിന്റേതായിട്ട് ED കണ്ടുകിട്ടിയിരിക്കുന്നത്. ED അന്വേഷണത്തിന് ഇറങ്ങുമ്പോൾ ആന്റോ ആന്റണി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള MP ആണ്. എങ്ങനെയാണ് ED കൈകാര്യം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൃത്യമായ കണക്കുകളൊക്കെ കൊടുത്ത ഒരു പോരാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അതല്ല, പണം ചെക്കായിട്ടോ അക്കൗണ്ടിലൂടെയോ അല്ല സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ സംഭവം കഴിയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ബാക്കി ആ പണം എന്തിനു വേണ്ടി വാങ്ങി, ലോണായിട്ടാണ് കൊടുത്തത് എന്ന് രാജു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താൽ പ്രശ്നം അവസാനിക്കും. പക്ഷേ ലോണായിട്ടല്ല വാങ്ങിയത് എന്നാണ് താൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന് തന്നതാണെന്നാണ് പറഞ്ഞതെന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചെലവിൽ കാണിക്കണം. അത് കാണിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല, പരമാവധി ചെലവഴിക്കാൻ പറ്റുന്ന 95 ലക്ഷമോ പറ്റുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റോ ആന്റണി MPയെയും ചോദ്യം ചെയ്യും. നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ SIT തീരുമാനം. പുറത്തുവന്ന ചിത്രങ്ങളിൽ വ്യക്തത തേടും. സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കും. കള്ളന്മാർക്ക് പിന്നിൽ EDയും വരുന്നു. ഇത്രയും ദിവസം ED വരൂ, എല്ലാത്തിനും ED വരൂ, പിണറായിയുടെ വീട്ടിൽ വരൂ, അവിടെ വരൂ. ഒടുവിൽ പുലി വരണേ വരണേ എന്ന് വിളിച്ചവരുടെ വീട്ടിലേക്ക് തന്നെ പുലി എത്തുന്ന അവസ്ഥ. 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് മുക്കി. 35 ലക്ഷം രൂപ മാത്രമേ ഒരു MPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ചിലവഴിക്കാൻ കഴിയൂ. ആ സന്ദർഭത്തിലാണ് 2 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. അത് പലിശയ്ക്കാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ പണം അക്കൗണ്ടബിൾ ആക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവുമുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം.